എമ്പുരാൻ മൂവി മലയാള സിനിമയിൽ വേറെ ലെവലാവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ഒരു ചിത്രം പോസിറ്റീവാണ് വരുന്നതെങ്കിൽ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോവുക എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ശേഷവും മുന്നേയും ആയിരിക്കും. ആ ഒരു രീതിയിലുള്ള പ്രീ സെയിൽ കളക്ഷനാണ് ഓവർസീസിൽ നിന്നും ബുക്കിംഗ് ആരംഭിച്ച് 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 10 കോടിക്ക് മുകളിൽ ഇന്ത്യൻ റുപ്പി ഇതിനോടകം തന്നെ ഓവർസീസിൽ നിന്നും ഈ ഒരു സിനിമക്കായിട്ട് കിട്ടിക്കഴിഞ്ഞു. കേരളത്തിൽ ഇതുവരെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. നാളെ രാവിലെ 9 മണിക്ക് കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും ഒന്നിച്ച് ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം റിസർവേഷൻ ഓപ്പൺ ആവാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സിനിമയുടെ ഹൈപ്പ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈപ്പിനനുസരിച്ചുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ രാവിലെ 9 മണിക്ക് ശേഷം കണ്ടറിയാം. വേറെ ലെവൽ ബുക്കിംഗ് തന്നെയാണ് നാം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്രയും വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിലേക്ക് സിനിമ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ട്രെയിലർ ഇന്നലെ അർദ്ധരാത്രിയിൽ പുറത്തു വന്നു. വൻ വരവേൽപ്പ് തന്നെയാണ് ട്രെയിലറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയുടെ മുന്നിലും പിന്നിലെല്ലാം വലിയ ടീമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. പിന്നെ പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തിയേറ്ററിലെത്തുന്ന സിനിമയുടെ റൈറ്റ്സുകളെല്ലാം സ്വന്തമാക്കിയത് അതാത് ഇൻഡസ്ട്രിയിലെ ടോപ്പ് നോച്ച് ടീമാണ്. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസം, ആ ഒരു സമയത്തുള്ള പ്രശ്നം മാത്രമേ എമ്പുരാൻ എന്ന സിനിമയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഗോപാലേട്ടൻ്റെ ഗോകുലം മൂവീസ് ഈ ഒരു സിനിമയിലേക്ക് ഇന്നായതോടുകൂടെ ആ ഒരു പ്രശ്നത്തെയെല്ലാം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് പെട്ടെന്ന് തന്നെ വേറെ ലെവൽ ഹൈപ്പിലേക്ക് എത്താനും ഈ ഒരു എമ്പുരാൻ എന്ന പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു. ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ ഏകദേശം 275K മുകളിൽ ഇൻട്രസ്റ്റിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ ഇതുവരെയും ഈ ബുക്ക് മൈ ഷോ ആപ്പിൽ ഇത്രയും ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു സിനിമ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടില്ല. ആ ഒരു റെക്കോർഡ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പേരിൽ ഇനിയും റിലീസാവാൻ 7 ദിവസങ്ങൾ ബാക്കി നിൽക്കെ എത്തപ്പെട്ടിരിക്കുന്നു. 5-6 ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന 275K എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ 400K 450Kയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ബുക്കിംഗ് ആരംഭിക്കുന്നതോടുകൂടെ ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റീച്ച് ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് നടക്കപ്പെടും. മലയാളത്തിൽ നിന്നും വരുന്ന പാൻ ഇന്ത്യൻ മൂവി സിനിമ ഇതുവരെ ഓക്കെയാണ്. സിനിമയ്ക്ക് ഇനി ഒരു പോസിറ്റീവ് റിപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് എത്രത്തോളം ഒരു കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സാധ്യത എത്രത്തോളം ആണ് എന്നുള്ളത് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം കാണിച്ചു തരും. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന് വരുന്നതെങ്കിൽ 250 കോടിക്കും മുകളിൽ നിന്ന് സിനിമയുടെ കളക്ഷൻ ഇനി തുടങ്ങിയാൽ മതി എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. മോഹൻലാലും ടൊവിനോ തോമസും മഞ്ജു വാര്യറും പൃഥ്വിരാജും എല്ലാം അണിനിരക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം. വേറെയും ഒട്ടനവധി ക്യാമിയോ റോൾസുകൾ കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഹിന്ദിയിൽ നിന്നും അതർ ലാംഗ്വേജിൽ നിന്നെല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കാം എമ്പുരാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.